ഒരു കഥ പറയട്ടെ. ഇത് ദിൽമ, ടെക്നിക്കലി ദിൽമ സെയിൻ. ഇത് ദിൽമന്റെ ഹസ്ബൻഡ് ആൻഡ് സൺ സെയിൻ ആൻഡ് ഇമൽ. ഒരു ദിവസം ദിൽമന്റെ വീട്ടുകാരും സെയിൻ്റെ വീട്ടുകാരും കൊടുത്തൊരു ട്രിപ്പ് പോയി. എവിടേക്കാണെന്നറിയോ? ഊട്ടിയിലേക്ക്. ഊട്ടിയിൽ അവർ സ്റ്റേ ചെയ്തത് പ്രസ്റ്റീജ് മിസ്റ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയിലായിരുന്നു. ഇത് ദിൽമന്റെ ഫാമിലി, ഇത് സെയിൻ്റെ ഫാമിലി, ഇത് ദിൽമന്റെ പപ്പ ആൻഡ് ബേബി, ഇത് ദിൽമന്റെ സിബ്ലിങ്സ്. ഒരാൾ കൂടി ഉണ്ട്, ഒരു സിസ്റ്റർ. ആളിപ്പോൾ നാട്ടിലില്ല. ഇത് ദിൽമന്റെ മദർ ഇൻ ലോ ആൻഡ് നാത്തൂൻസ്. ദിൽമക്ക് 2 നാത്തൂന്മാരല്ല, ഒരാൾ കൂടി ഉണ്ട്, ആളും നാട്ടിലില്ല. ഇത് ദിൽമന്റെ വലിയ നാത്തൂനും ഫാമിലിയും, ഇത് ചെറിയ നാത്തൂനും ഫാമിലിയും. അങ്ങനെ 3 കാറുകളിലായിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഊട്ടിയിലേക്ക് പോയി. അപ്പോൾ ഊട്ടിയിലെത്തിയപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് തന്നെ അവർ ഡയറക്റ്റ് റിസോർട്ടിലേക്കാണ് പോയത്. അപ്പോൾ റിസോർട്ടിലേക്ക് എത്തി ചിക്കനൊക്കെ ചുറ്റും നല്ല വൈബാക്കി. രാത്രി വൈകിയാണ് ഉറങ്ങിയെങ്കിലും ഒട്ടുമിക്ക ആൾക്കാരും രാവിലെ നേരത്തെ തന്നെ എണീറ്റ് പുറത്ത് വ്യൂ ഒക്കെ കണ്ടിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി ഇഡ്ഡലിയും സാമ്പാറും വടയും ചട്നിയൊക്കെ കഴിച്ചിട്ട് അവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് അവരെല്ലാവരും കൂടിയിട്ട് ഊട്ടി കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അവിടുന്ന് അവർ നേരെ പോയത് കർണാടക പാർക്കിലേക്കായിരുന്നു. എന്നിട്ട് അവർ തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ആസിഫ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. 3 മണിക്കാണ് പോയത്. കുറേ നേരം ക്യൂ നിന്നിട്ട് അവർ ബിരിയാണി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഊട്ടിയിലെ മെയിൻ ചോക്ലേറ്റ് സ്പോട്ട് ആയിട്ടുള്ള മോഡീസ് പോയിട്ട് അവിടുത്തെ കുറേ സ്പെഷ്യൽസ് ട്രൈ ചെയ്തു. അവിടുന്ന് അവർ പോയത് ഷൂട്ടിംഗ് പോയിന്റിലേക്കായിരുന്നു. മെയിൻ ലക്ഷ്യം കുതിരസവാരി. അങ്ങനെ കുതിരസവാരി കഴിഞ്ഞപ്പോഴേക്ക് വൈകുന്നേരമായി. അപ്പോൾ അവർ പതുക്കെ തിരിച്ച് വീട്ടിലേക്ക് പോയി. സോ ഇതാണ് ദിൽമാസേനും ഫാമിലിയും ഊട്ടി പോയ കഥ. ഊട്ടിയിൽ വന്നിട്ട് നല്ല കിഡിലെ ആംബിയൻസിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ ആയിട്ട് സ്റ്റേ ഉള്ള സ്പോട്ടാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഇങ്ങോട്ട് പോരി. ഇതാണ് പ്രസ്റ്റീജ് മിസ്റ്റി ഇൻ. 4 ബെഡ്റൂമും ഒരു ഡോർമെറ്ററി വന്നിട്ടുള്ള ഒരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്. ഊട്ടി ടൗണിൽ നിന്ന് വെറും 15 മിനിറ്റ് ട്രാവൽ ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു കിടിലൻ പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരാം.